നമുക്ക് വെക്റ്റർ കാൽക്കുലസിൽ ലൈൻ ഇൻ്റഗ്രൽസിലാണ് ചെന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുണ്ട്, സർക്കുലേഷൻ കണ്ടുപിടിക്കാനുണ്ട്, ആൻഡ് ഫ്ലോ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കാനും സർക്കുലേഷൻ കണ്ടുപിടിക്കാനും ആൻഡ് ഫ്ലോ കണ്ടുപിടിക്കാനും ഒക്കെ സെയിം ഇക്വേഷനാണ് നമുക്ക് ഉള്ളത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അതിൽ നമ്മൾ പാരാമീറ്ററൈസ്ഡ് ഫോമിലായിരിക്കും എപ്പോഴും നമ്മുടെ കർവ് തന്നിട്ടുണ്ടായിരിക്കുക. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇൻ്റഗ്രൽ ടി വേരീസ് ഫ്രം എ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഡൺ ചോദിച്ചാലും സർക്കുലേഷൻ ചോദിച്ചാലും ഫ്ലോ ചോദിച്ചാലും ഒക്കെ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആൻഡ് f of xyz, vector field f of xyz is equal to zi plus xyj minus y square k along the curve C is given by r of t is equal to t square I plus tj plus root tk. t varies from 0 to 1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന് പകരം നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? പാരാമീറ്ററൈസേഷൻ ഫോം തരികയാണെങ്കിൽ ടി വേരീസ് ഫ്രം എ ടു ബി എഫ് ഓഫ് ഇൻ ടേംസ് ഓഫ് ആർ ഓഫ് ടിയിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഡോട്ട് ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കണം, ഡി ടി എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫോമാണ്. ഇങ്ങനെ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫോമാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പാരാമീറ്ററൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ആർ ഓഫ് ടി കൊടുക്കുന്ന സമയത്ത് എക്സിന് പകരം എക്സിനെ ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും കാണുക, എക്സ് ഓഫ് ടി ഐ, പ്ലസ് വൈനെ ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും കാണുക, വൈ ഓഫ് ടി ജെ, ആൻഡ് സെഡിനെ ഇൻ ടേംസ് ഓഫ് ടിയിലായിരിക്കും കാണുക, സെഡ് ഓഫ് ടി കെ. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ആർ ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ ആർ ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ ആ ആർ ഓഫ് ടിയിലെ ഐത്ത് കമ്പോണൻറ്റിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കണം, ജെത്ത് കമ്പോണൻറ്റിനെ നമ്മൾ വൈ എന്ന് വിളിക്കണം, ആൻഡ് കെത്ത് കമ്പോണൻറ്റിനെ നമ്മൾ സെഡ് എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ആർ ഓഫ് ടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആണെന്നും വൈ ഇസ് ഈക്വൽ ടു ടി ആണെന്നും ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ടി ആണെന്നും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ എഫ് കാണുന്നില്ല, അതായത് വെക്റ്റർ ഫീൽഡിൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇക്വേഷൻസ് വെക്റ്റേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എഫിനെ ഇൻ ടേംസ് ഓഫ് ആർ ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ആർ ഓഫ് ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സും വൈയും സെഡും ടിയുടെ ഫോമിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ എഫിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ എല്ലാവരും ടി ഫോമിൽ കിടക്കണം. അല്ലാണ്ട് എഫിനെ കയറിയിട്ട് എക്സും വൈയും സെഡിൽ കൊടുക്കുന്നു, ആറ് കയറിയിട്ട് ടിയുടെ ഫോമിൽ കൊടുക്കുന്നു. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ടിയുടെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫിനെ എക്സും വൈയും സെഡ് കാണുന്നിടത്ത് അതിന് പകരം ടിയുടെ ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ആദ്യം കാണുന്നത് എന്താ? സെഡ് ഐ. സെഡ് എന്ന് പറയുന്നത് എന്താ? സെഡ് എന്ന് പറയുന്നത് റൂട്ട് ടി ആണ്. റൂട്ട് ടി ഐ പ്ലസ് എക്സ് വൈ. എക്സ് ടി സ്ക്വയർ ആണ്, വൈ എന്ന് പറയുന്നത് ടി ആണ്. ജെ മൈനസ് വൈ സ്ക്വയർ, വൈൻ്റെ സ്ക്വയർ, അതായത് വൈ എന്ന് പറയുന്നത് ടി ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ടി സ്ക്വയർ കെ. ഇനി നമുക്ക് അടുത്ത് നോക്കുമ്പോൾ ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആറിൻ്റെ ഡെറിവേറ്റീവ്. ആറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? ഐത്ത് കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ജെത്ത് കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് കെത്ത് കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ്.
ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2ti പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് 1j പ്ലസ് റൂട്ട് ടിയുടെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ടി കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിനി ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി വേരീസ് ഫ്രം ടി എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? 0ൽ നിന്ന് 1ലേക്ക് പോകുന്നു. എഫ് ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ടി ഐ പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടി ക്യൂബായി മൈനസ് ജെ മൈനസ് ടി സ്ക്വയർ കെ. ഓക്കെ, ഡോട്ട് ഇനി ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് 2ti പ്ലസ് 1j പ്ലസ് 1/2 റൂട്ട് ടി കെ ഡി ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയതിന് ശേഷം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുക? ith കമ്പോണൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് kth കമ്പോണൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് jth കമ്പോണൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ഓർഡർ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐയും ജിയും കെയും ഒന്നും എഴുതാൻ പാടില്ല. കാരണം ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അത് 1 ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ പറ്റി എഴുതാത്തത്. അപ്പോൾ റൂട്ട് ടി ഇൻറ്റു 2t, അപ്പോൾ 2 ഇൻറ്റു ടി ഇൻറ്റു റൂട്ട് ടി പ്ലസ് അടുത്തത് ടി ക്യൂബ് ഇൻറ്റു 1 ടി ക്യൂബ് പ്ലസ് മൈനസ് ടി സ്ക്വയർ ഇൻറ്റു 1/2 റൂട്ട് ടി ഡി ടി. അപ്പം ഇങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് വരുന്നത്. ഇനി ഇതെന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ടി വേരീസ് ഫ്രം 0 to 1 2t റൂട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീൻ്റെ പവർ ഹാഫ് ആണെന്നാണ് പ്ലസ് ടി ക്യൂബ്. ഇനി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് മൈനസ് വരും. ഇനി ടി സ്ക്വയർ ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റേസ് ടു ഹാഫ് ആണെന്ന് പറഞ്ഞില്ലേ, അത് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ പവറിൽ നെഗറ്റീവ് വരും ഡിവൈഡഡ് ബൈ 2 ഡി ടി. ഓക്കെ, ഇനി ഇത് പവേഴ്സ് ഒക്കെ തമ്മിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ടി വേരീസ് ഫ്രം 0 to 1 2t. ഇവിടെ ടി റേസ് ടു 1 ഉണ്ട്, ടി റേസ് ടു ഹാഫ് ഉണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവേഴ്സ് തമ്മിൽ ആക്ച്വലി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ 1 പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് 3/2 പ്ലസ് ടി ക്യൂബ് മൈനസ് ഇവിടെ 2 ഉണ്ട് മൈനസ് ഹാഫ് ഉണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, സെയിം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ പവേഴ്സ് കയറിയിട്ട് എന്തായി പോകും? ഇവിടെ അഡീഷനാണ്, അപ്പോൾ അഡീഷനിൽ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ 2 മൈനസ് ഹാഫ് ടി റേസ് ടു 3/2 ബൈ 2 ഡി ടി. ഓക്കെ, ഇനി ഇവരേനെയൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ 2 റേസ് ടു 3/2 ടി റേസ് ടു 3/2 ബൈ 2 ഇനിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം, ലൈക്ക് ടേംസ് ആയതുകൊണ്ട് കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. 2 ഇൻറ്റു ടി റേസ് ടു 3/2ൻ്റെ ഇൻ്റഗ്രേഷൻ ടി റേസ് ടു 3/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 1 പ്ലസ് ടി റേസ് ടു 3യുടെ ഇൻ്റഗ്രേഷൻ ടി റേസ് ടു 4/4 മൈനസ് ഹാഫിനെ ഞാൻ പുറത്തേക്ക് നിർത്തി ടി റേസ് ടു 3/2ൻ്റെ ഇൻ്റഗ്രേഷൻ 3/2 പ്ലസ് 1 ബൈ 3/2 പ്ലസ് 1 ആൻഡ് ടി വേരീസ് ഫ്രം 0 to 1. ദിസ് ഇസ് ഈക്വൽസ് 2 into t raised to 3/2 plus 1 is 5/2 divided by 5/2 plus t raised to 4/4 minus half t raised to 5/2 by 5/2. ഇനി 5/2 റെസിപ്രോക്കൽ ആയി കയറി വരും. അപ്പോൾ 2 into 2/5 ആയി മാറും. t raised to 5/2 ഇവിടെ t ലിമിറ്റ് ഉണ്ട്, t varies from 0 to 1 plus t raised to 4/4 മൈനസ് ഹാഫ് ഇവിടെയും 5/2 റെസിപ്രോക്കൽ ആകുമ്പോൾ 2/5 ടി റേസ് ടു 5/2 ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to 1. ഓക്കെ, ലിമിറ്റ് വേരീസ് ഫ്രം. അപ്പോൾ ഇതൊക്കെ ഇനി ലിമിറ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2ഉം 2ഉം തമ്മിൽ കട്ടായി പോകുന്നുണ്ട്. 2 into 2 4/5 ടി റേസ് ടു 5/2ൽ ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു.
1/5/2 minus 0/5/2 plus t⁴ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്നു. -1/5 t⁵5/2 അഗെയിൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 4/5 1/5/2 is 1 minus 0/5/2 is 0. 1 minus 0 is 1 ആണ്. അപ്പോൾ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെയാണ് ആൻസർ കിട്ടുക. ഓക്കെ, 4/5 × 1 4/5 പ്ലസ് 1/4 1 ആണ്, 0 0 ആയിപ്പോയി. അപ്പോൾ 1/4 ആണുള്ളത്. മൈനസ് 1/5 1/5/2 is 1 and 0/5/2 is 0. അപ്പോൾ 1 ആണ് വരിക. അപ്പോൾ ഇവിടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1/5 തന്നെയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ 4/5 മൈനസ് 1/5 എന്താ? 3/5 പ്ലസ് 1/4 is 12 പ്ലസ് 5/20 is 17/20 ആയിരിക്കും. ഇവിടുത്തെ വർക്ക് ഡൺ ആയാലും ഇൻ്റഗ്രൽ ഓവർ CF.dr ആയാലും ഫ്ലോ ആയാലും സർക്കുലേഷൻ ആയാലും ഒക്കെ നമുക്ക് വരിക. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് XYZ കോർഡിനേറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും ഇൻ്റഗ്രൽ ഓവർ CF.dr കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽസ് വിത്ത് റെസ്പെക്ട് ടു XYZ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഓവർ CF.dr എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണെന്നറിയോ? ഇൻ്റഗ്രൽ ഓവർ CM/dx പ്ലസ് NDy പ്ലസ് PdZനോട് ഈക്വൽ ആണ്. ഓക്കെ, ആൻഡ് ഈ എമ്മും എന്നും പി എന്നൊക്കെ പറയുന്നത് വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ ith കമ്പോണൻ്റ് ആണ് എം, jth കമ്പോണൻ്റ് n, kth കമ്പോണൻ്റ് പി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C മൈനസ് y dx പ്ലസ് z dy പ്ലസ് 2x dz ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആൻഡ് കർവ് എന്ന് പറയുന്നത് C ഒരു ഹെലിക്സ് ആണ്. തന്നിട്ടുള്ളത് പാരാമീറ്ററൈസ്ഡ് ഫോമിലാണ്. r(t) = cos ti പ്ലസ് sin tj പ്ലസ് tk. t വേരീസ് ഫ്രം 0 to 2π. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ CM/dx പ്ലസ് NDy പ്ലസ് PdZലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് എമ്മിൻ്റെ സ്ഥലത്ത് ഇവിടെ കിടക്കുന്നത് -y ആണ്, ഡിവൈയുടെ സ്ഥലത്ത് കിടക്കുന്നത് n ആണ്. അപ്പോൾ ഇവിടെ n-ൻ്റെ സ്ഥലത്ത് z ആണ്. dz-ൻ്റെ സ്ഥലത്ത് കിടക്കുക സാധാരണയായിട്ട് p ആണ്. സോ p ഇവിടെ 2x ആണ്. അപ്പോൾ m -y, n z and p 2x. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്ററൈസേഷൻ നോക്കാം. അപ്പോൾ r(t) നേരത്തെ പറഞ്ഞു, r(t)യിലെ ith കമ്പോണൻറ്റിനെയാണ് നമ്മൾ x എന്ന് പറഞ്ഞ് വിളിക്കുക. x cos t ആണ്. y ഇവിടെ jth കമ്പോണൻറ്റ് sin t ആണ്. ആൻഡ് z എന്ന് പറയുന്നത് t ആണ്. അപ്പോൾ ഇനി നമ്മുടെ m എന്ന് പറയുന്നത് -y അല്ലേ. അപ്പോൾ -y-ന് ഇനി നമുക്ക് എന്ത് കയറി വിളിക്കാം? sin t എന്ന് കൊടുക്കുന്നു. n എന്ന് പറയുന്നത് z ആണ്. z എന്ന് പറയുന്നത് t ആണ്. p എന്ന് പറയുന്നത് 2x ആണ്. സോ 2 × x-ന് പകരം cos t കൊടുക്കുന്നു. ഓക്കെ, ഇനി പിന്നെയുള്ളത് dx കണ്ടുപിടിക്കണം. dx is cos t-യുടെ ഡെറിവേറ്റീവ് മൈനസ് sin t. dy എന്ന് പറയുന്നത് sin t-യുടെ ഡെറിവേറ്റീവ് cos t. ആൻഡ് dz എന്ന് പറയുന്നത് t-യുടെ ഡെറിവേറ്റീവ് ഇസ് 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നമ്മുടെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എമ്മും dx-ഉം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ നമ്മളെല്ലാവരെയും ടിയുടെ ഫോമിലേക്ക് മാറ്റി എഴുതിയത് കൊണ്ട് ടി വേരീസ് ഫ്രം 0 to 2π -y മൈനസ് sin t
ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി പ്ലസ് സെഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്നിൻ്റെ സ്ഥലത്ത് ടി ആണ് എഴുതിയിട്ടുണ്ട്. ഡി വൈ എന്ന് പറയുന്നത് കോസ് ടി പ്ലസ് 2x എന്ന് പറയുന്നത് 2 കോസ് ടി ഡി സെഡ് എന്ന് പറയുന്നത് 1. ഇനി എല്ലാവർക്കും കൂടെ ഡി ടി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വാല്യുവേറ്റ് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽസ് ടി വേരീസ് ഫ്രം 0 to 2 pi മൈനസും മൈനസും പോസിറ്റീവായി സൈൻ ടി ഇൻറ്റു ടി സൈൻ സ്ക്വയർ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് 2 കോസ് ടി ഡി ടി. ഓക്കെ, ഇനി ഇത് ഓരോരുത്തർക്കും നമുക്ക് ഇൻ്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ ടി വേരീസ് ഫ്രം 0 to 2 pi സൈൻ സ്ക്വയർ ടി ഡി ടി പ്ലസ് integral t varies from 0 to 2 pi t cos t dt plus integral t varies from 0 to 2 pi 2 cos t dt. ഓക്കെ, ഇനി നമ്മൾ സൈൻ സ്ക്വയർ ടി ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതി കൊടുക്കണം. സൈൻ സ്ക്വയർ ടി വന്നാൽ നമ്മൾ മാറ്റി എഴുതി കൊടുക്കുന്നത് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ഐ ലേറ്റ് പ്രകാരം ഫങ്ഷൻസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷന് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന അരിത്മെറ്റിക് ഓൾജിബ്രൈക് ഫംഗ്ഷനാണ് ആൻഡ് കോസ് ടി ട്രിഗ്നോമെട്രിക് ആണ്. അപ്പോൾ ഓൾജിബ്രൈക് കഴിഞ്ഞതിന് ശേഷമാണ് ട്രിഗ്നോമെട്രി വരുന്നത്. ദിസ് ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അത്രയും പ്ലസ് ലാസ്റ്റത്തെ കേസ് 2 ഇൻ്റഗ്രേഷൻ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ടി വേരീസ് ഫ്രം 0 to 2 pi cos t dt. ഓക്കെ, അപ്പോൾ ഇനി ഇതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 മൈനസ് കോസ് 2t ബൈ 2ൻ്റെ ഇൻ്റഗ്രേഷനിൽ നമുക്ക് ഡിവൈഡഡ് ബൈ കിടക്കുന്ന 2വിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1/2 പുറത്തേക്ക് എടുത്തതിന് ശേഷം 1ൻ്റെ ഇൻ്റഗ്രേഷൻ അവിടെ ടി വരുന്നു. കോസ് 2tൻ്റെ ഇൻ്റഗ്രേഷൻ is sin 2t divided by 2. 2tൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് t varies from 0 to 2 pi പ്ലസ് t ഇൻറ്റു കോസ് ടിയുടെ ഇൻ്റഗ്രേഷൻ sin t. ഓക്കെ, മൈനസ് ഇൻ്റഗ്രേഷൻ ടിയുടെ ഡെറിവേറ്റീവ് 1 കോസ് ടിയുടെ ഇൻ്റഗ്രേഷൻ സൈൻ ടി ഡി ടി. ഇവിടെയും ടി വേരീസ് ഫ്രം 0 to 2 pi ഉണ്ട് കേട്ടോ. പ്ലസ് 2 ഇൻറ്റു കോസ് ടിയുടെ ഇൻ്റഗ്രേഷൻ സൈൻ ടി ആൻഡ് ദിസ് ഇസ് വേരീസ് ഫ്രം 0 to 2 pi. ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ടി മൈനസ് സൈൻ 2t ബൈ 2 0 to 2 pi പ്ലസ് ടി സൈൻ ടി മൈനസ് സൈൻ ടിയുടെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് ടി. ഓക്കെ, ആൻഡ് ദിസ് ഓൾസോ വേരീസ് ഫ്രം 0 to 2 pi പ്ലസ് 2 സൈൻ ടി വേരീസ് ഫ്രം 0 to 2 pi. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവും പോസിറ്റീവായി. ഇനി നമുക്ക് ലിമിറ്റ്സ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഹാഫ് ടിക്ക് 2 pi മൈനസ് സൈൻ 2 ഇൻറ്റു 2 pi ബൈ 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ടിക്ക് 0 കൊടുക്കുന്നു മൈനസ് സൈൻ 2 ഇൻറ്റു 0 ബൈ 2 പ്ലസ് അടുത്ത കേസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി.
അപ്പോൾ ടിക്ക് 2 പൈ സൈൻ 2 പൈ പ്ലസ് കോസ് 2 പൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 സൈൻ 0 പ്ലസ് കോസ് 0 പ്ലസ് 2 ഇൻറ്റു സൈൻ 2 പൈ മൈനസ് സൈൻ 0. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസും കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദിസ് ഇസ് ഹാഫ് 2 പൈ. ഇവിടെ സൈൻ 2 ഇൻറ്റു 2 പൈ 4 പൈ, സൈൻ 4 പൈ 0 ആണ്, അപ്പോൾ അവിടെ 0 ആയിപ്പോയി. ഇനി മൈനസ് അഗെയിൻ 0 വരുന്നു, സൈൻ 2 ഇൻറ്റു 0, 2 ഇൻറ്റു 0 0 ആണ്, അപ്പോൾ സൈൻ 0 0 തന്നെ, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 0 ആയിട്ട് പോയി. പ്ലസ് ഇവിടെ വരുന്ന സമയത്ത് 2 പൈ, ഓക്കെ, സൈൻ 2 പൈ 0 ആണ്. ഇനി ഇവിടെ വരുമ്പോൾ ഉള്ളത് കോസ് 2 പൈ ആണ്. കോസ് 2 പൈ എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് 0 സൈൻ 0, അപ്പോൾ ഇത് 0 ആയിപ്പോയി. പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 2 ഇൻറ്റു സൈൻ 2 പൈ എന്ന് പറയുന്നത് 0 ആണ്, സൈൻ 0യും 0 ആണ്, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 0. അപ്പോൾ 1 മൈനസ് 1 0 ആയി, 2 ഇൻറ്റു 0 0 ആയി. അപ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1/2 2 പൈ. ആൻസർ ഈസ് പൈ എന്നായിരിക്കും നമുക്ക് ആൻസർ